ഓം ഗം ഗണപതേ നമ. നമസ്കാരം. ശ്രീരാഗം ആസ്ട്രോളജിയുടെ മറ്റൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. വൃശ്ചിക മാസത്തിന് തുടക്കമാകാൻ പോവുകയാണ്. ഭക്തിസാന്ദ്രമായ ഒരു വൃശ്ചിക മാസമാണ് ഇനി നമ്മളുടെ മുന്നിലേക്ക് എത്താനായി പോകുന്നത്. കഠിന വ്രതത്തോടു കൂടി ഈശ്വരഭക്തിയിൽ ലയിച്ച് ആറാടുന്ന ഒരു മാസമാണ് വൃശ്ചിക മാസം. മാസങ്ങളിൽ വെച്ച് ഏറ്റവും പ്രാധാന്യം അതുകൊണ്ട് തന്നെ വൃശ്ചിക മാസത്തിന് കൽപ്പിച്ചു നൽകുന്നുണ്ട്. ഭഗവത് ചൈതന്യം നിറഞ്ഞ ക്ഷേത്രാന്തരീക്ഷത്തിൻ്റെയും ആ ഒരു ചുറ്റുപാടിൻ്റെയും സമയമായിരിക്കും വൃശ്ചിക മാസത്തിൽ ഏത് നാടിൻ നഗരവും നോക്കിയാൽ കാണാൻ സാധിക്കുന്നത്. കാരണം അത്രത്തോളം ഭക്തിസാന്ദ്രമായ നിമിഷങ്ങളായിരിക്കും 30 ദിനങ്ങൾ വൃശ്ചിക മാസത്തിൻ്റെ. അതിൻ്റെ ഫലമായി ചില നക്ഷത്രക്കാർക്ക് വളരെയേറെ ഭാഗ്യം ഉദിക്കാൻ പോവുകയാണ്. പ്രത്യേകിച്ച് ശരണമന്ത്രോച്ചാരണങ്ങളോടുകൂടി ശബരിമല ദർശനത്തിന് അയ്യനെ ദർശിക്കാൻ പോവുകയാണ് ഓരോ അയ്യപ്പന്മാരും. കഠിനമായ വ്രതത്തോടുകൂടി 41 ദിവസത്തെ വ്രതത്തോടുകൂടി അയ്യനെ ദർശിക്കാൻ പോകുന്ന ഓരോ ഭക്തഹൃദയങ്ങളും. അപ്പോൾ അത്രത്തോളം ഭാഗ്യദായകമായ സമയമായതിനാൽ തന്നെ വൃശ്ചിക മാസത്തെ നമ്മൾ പരിപൂർണമായ അല്ലെങ്കിൽ അത്യധികം ഭക്തിയോട് കണക്കാക്കേണ്ട 30 ദിനങ്ങളാണ്. ഇതിൻ്റെ ഫലമായി വൃശ്ചിക മാസത്തിൽ ഭഗവാൻ ശബരീശൻ്റെ അനുഗ്രഹം ലഭിക്കാൻ പോകുന്ന ചില നക്ഷത്രക്കാരുണ്ട്. 9 നക്ഷത്രക്കാർ. അത് ആരൊക്കെയെന്ന് നോക്കാം. ചാനൽ ആദ്യമായി കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാൻ ശ്രമിക്കുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഈ വൃശ്ചിക മാസത്തിൽ സാക്ഷാൽ ശബരീശൻ്റെ, ധർമ്മശാസ്താവിൻ്റെ, അയ്യപ്പൻ്റെ അനുഗ്രഹം സിദ്ധിക്കാൻ പോകുന്ന ഏവർക്കും അനുഗ്രഹം സിദ്ധിക്കുന്നുണ്ട്, 27 നക്ഷത്രക്കാർക്കും. എങ്കിലും ഓരോ മാസത്തിൽ ചില നക്ഷത്രക്കാർക്ക് ഭാഗ്യം അധികരിച്ചിരിക്കും, എപ്പോഴും ഞാൻ പറയുന്നതാണ്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ വൃശ്ചിക മാസത്തിൽ ശബരീശൻ്റെ അനുഗ്രഹം ലഭിക്കാൻ പോകുന്ന, നമ്മുടെ അയ്യപ്പ സ്വാമിയുടെ അനുഗ്രഹം സിദ്ധിക്കാൻ പോകുന്ന, കാര്യസിദ്ധി ലഭിക്കാൻ പോകുന്ന ആ 9 നക്ഷത്രക്കാരൊക്കെയൊന്ന് നോക്കാം. അതിൽ ആദ്യത്തെ നക്ഷത്രങ്ങൾ വിശാഖം, അനിഴം, തൃക്കേട്ട തുടങ്ങിയ നക്ഷത്രങ്ങളാണ്. ഇവർക്ക് ബുധൻ, സൂര്യൻ ഈ 2 ഗ്രഹങ്ങളും ലഗ്നഭാവത്തിലാണ് വരുന്നത്. 2-ൽ വരുന്നത് ശുക്രനാണ്. വ്യാഴം സ്ഥിതി ചെയ്യുന്നത് 7-ലുമായിരിക്കും. ഈ വരുന്ന വൃശ്ചിക മാസത്തിൻ്റെ തുടക്കം മുതൽ ഉണ്ടാകുന്ന 30 ദിവസത്തിൻ്റെ കാര്യമാണ് പറയുന്നത്. ശുക്രൻ്റെ സഞ്ചാരം കൂടി ഉണ്ട്, അത് ധനസ്ഥാനത്തായിരിക്കും. അതിൻ്റെ ഫലമായി വളരെയേറെ ഭാഗ്യങ്ങളും നേട്ടങ്ങളും ഉണ്ടാകുന്ന ഒരു സമയമാണ് ഗ്രഹസ്ഥിതി അനുസരിച്ച്. അതിനേക്കാൾ കൂടുതൽ പ്രാധാന്യം നൽകേണ്ടത് വൃശ്ചിക മാസത്തിൽ അയ്യൻ്റെ അനുഗ്രഹം, സാക്ഷാൽ അയ്യപ്പൻ്റെ, ശബരീശൻ്റെ അനുഗ്രഹം ലഭിക്കാൻ പോകുന്ന നക്ഷത്രക്കാരുകൂടിയാണിവർ. അതുകൊണ്ട് തന്നെ തൊഴിൽ രംഗത്ത് മേന്മയും നേട്ടവും ഇവർക്ക് ഈ ഒരു മാസക്കാലം ഇവർക്കൊപ്പം തന്നെ ഉണ്ടാകും. അതുകൊണ്ട് തന്നെ ആ ഒരു മാസം, ആ 30 ദിവസക്കാലം ഇവർക്ക് പല കാര്യങ്ങളും ചെയ്തു തീർക്കാൻ പറ്റും. കാരണം ശബരീശൻ്റെ, സാക്ഷാൽ അയ്യപ്പൻ്റെ, ധർമ്മശാസ്താവിൻ്റെ അനുഗ്രഹം ആവോളം ഇവർക്ക് ആ ഒരു വൃശ്ചിക മാസത്തിൽ ഇവർക്കൊപ്പം ഉണ്ടാകുന്നതായിരിക്കും. ലോട്ടറി പോലെയുള്ള സമ്മാന പദ്ധതികളൊക്കെ വിജയം കണ്ടെത്താൻ സാധിക്കും. കാരണം വ്യാഴം കൂടി കേന്ദ്ര സ്ഥാനത്ത് വരുന്നതിനാൽ തന്നെ രാജയോഗ തുല്യമായ ഫലങ്ങൾ ജീവിതത്തിൽ അനുഭവത്തിൽ വരുന്നതായിരിക്കും. ഇതേസമയം നിങ്ങൾ വൃശ്ചികത്തിൽ അയ്യനെ കാണാൻ, ശബരീശനെ കാണാൻ പോകുന്നവരാണെങ്കിൽ നിങ്ങളുടെ കാര്യസാധ്യം നടക്കും. നിങ്ങൾ എന്ത് കാര്യം സാധിക്കണം, അല്ലെങ്കിൽ മനസ്സിൽ നിങ്ങളുടെ ആഗ്രഹം നിവൃത്തി വരണം എന്നൊക്കെ ചിന്തിച്ചു കൊണ്ട് പോകുന്നവരാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ സമയം ശബരീശൻ്റെ അനുഗ്രഹം പ്രത്യേക തലത്തിൽ ലഭിക്കുന്നതിനാൽ തന്നെ നിങ്ങളുടെ എന്തെല്ലാം മനോകാമനകളുണ്ടോ അതൊക്കെ പൂർത്തീകരിക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ഈ വൃശ്ചിക മാസത്തിൽ ശബരീശനെ ദർശിക്കാൻ, അയ്യപ്പനെ കാണാൻ ശബരിമലയ്ക്ക് പോകാൻ കഴിയുന്നവരൊക്കെയും വ്രതശുദ്ധിയോടുകൂടി പോകേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഇതൊരു പ്രത്യേക അനുഗ്രഹഭാവത്തിൽ നിങ്ങൾക്ക് എല്ലാവിധ ഭാഗ്യങ്ങളും ചൊരിയാനായി കാത്തിരിക്കുകയാണ് സാക്ഷാൽ അയ്യപ്പൻ. അടുത്തത് കുംഭക്കൂറിൽ വരുന്ന അവിട്ടം 2-ാം പകുതി ഭാഗം, ചതയം പൂരുരുട്ടാതിയുടെ ആദ്യം 1/4 ഭാഗം വരുന്ന നക്ഷത്രക്കാർക്കും കേന്ദ്ര സ്ഥാനത്ത് കൂടിയ തന്നെയാണ്, ധനപരമായി തന്നെയാണ് വ്യാഴത്തിൻ്റെ സഞ്ചാരം നടക്കുന്നത്. അഭീഷ്ടസിദ്ധിയൊക്കെ നൽകാനായി ശുക്രൻ്റെ അനുഗ്രഹവും ഇവർക്ക് ഈ സമയം ഉണ്ടാകുന്നതായിരിക്കും. അതോടൊപ്പം തന്നെ അതിനെക്കാട്ടി ഒരുപടി മുന്നിലായി സാക്ഷാൽ സ്വാമി അയ്യപ്പൻ്റെ അനുഗ്രഹവും നിങ്ങൾക്ക് സിദ്ധിക്കുന്ന സമയമാണ് വൃശ്ചിക മാസം മുതൽ. അതുകൊണ്ട് തന്നെ ഏത് കാര്യത്തിനും മംഗളം ഭവിക്കും എന്നതാണ് ഇതിൻ്റെ ഏറ്റവും പരമപ്രധാനമായ കാര്യം. മുടങ്ങിക്കിടക്കുന്ന അല്ലെങ്കിൽ തടസ്സപ്പെട്ട് കിടക്കുന്ന പല കാര്യങ്ങളും നിവൃത്തിയാക്കാൻ നിങ്ങൾക്ക് സാധിക്കും. നിങ്ങളാൽ അതിനെ നേട്ടത്തിലും മേന്മയിലും എത്തിക്കാൻ സാക്ഷാൽ അയ്യപ്പസ്വാമിയുടെ അനുഗ്രഹം നിങ്ങൾക്കൊപ്പം ഉണ്ടാകുന്ന ഒരു സമയമാണ്. പുതിയതായ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നെങ്കിൽ വീട്,
അതേപോലെ വാഹനം ഇതൊക്കെ വാങ്ങണം, അല്ലെങ്കിൽ എന്തെങ്കിലും പുതുമയുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു മാസക്കാലം വളരെ ശ്രേഷ്ഠമായ സമയമാണ്. ഈ ഒരു മാസത്തിനുള്ളിൽ നിങ്ങൾ അതൊക്കെ ചെയ്തു തീർക്കേണ്ടതാണ്. ചെയ്തു തീർത്താൽ നിങ്ങൾക്ക് ഭാവിയിൽ മേന്മയും നേട്ടവും ഉണ്ടാകും. അതേപോലെ തന്നെ എന്തെങ്കിലും എമൗണ്ട് ഡെപ്പോസിറ്റ് ചെയ്യാനൊക്കെ ആഗ്രഹിക്കുന്നു, അല്ലെങ്കിൽ പുതിയ ചിട്ടി പാട്ടം എന്തെങ്കിലുമൊക്കെ ചേരാൻ ആഗ്രഹിക്കുന്നെങ്കിൽ നമ്മൾ ഒരു ചിട്ടി അല്ലെങ്കിൽ മാസം 2000 അല്ലെങ്കിൽ 5000 വെച്ച് നമ്മൾ അടയ്ക്കുകയാണ്. അത് തുടർന്ന് നമ്മൾക്ക് അടച്ചുകൊണ്ട് പോകണമെങ്കിൽ തന്നെ നമ്മൾ ഇപ്പോൾ ചെയ്യുന്ന യഥാർത്ഥ സമയമാണ്. ഭാഗ്യ സമയത്താണ് നിങ്ങളൊരു പ്രവൃത്തിയിൽ ഏർപ്പെടുന്നതെങ്കിൽ അതിനെ മുടക്കം കൂടെ. ഒരു വീട് പണിയുകയാണെങ്കിൽ പോലും നമ്മളൊരു ആ വീട് പണി തുടങ്ങുന്നത് ഭാഗ്യ സമയത്താണെങ്കിൽ അതിനെ ഒരു മുടക്കവുമില്ലാതെ പൂർത്തീകരിക്കാൻ സാധിക്കും. അതേസമയം ഭാഗ്യമില്ലാതെ അല്ലെങ്കിൽ ദോഷ സമയത്താണ് തുടങ്ങുന്നതെങ്കിൽ തുടക്കമൊക്കെ അങ്ങ് നടത്തും, പക്ഷേ പൂർത്തിയാക്കാൻ ധാരാളം കടമ്പകൾ കടക്കേണ്ടി വരും. ഒരുപാട് ആളുകൾ പറഞ്ഞു കേട്ടിട്ടില്ലേ, ഒരു വീട് പൂർത്തിയാക്കാൻ പെട്ട പാട്. അതെന്താണ്? ആ തുടങ്ങി വെച്ച സമയത്തിൻ്റെ പ്രശ്നമാണ്. പക്ഷേ നിങ്ങൾക്ക് ഈ വൃശ്ചിക മാസം വളരെ ഭാഗ്യത്തിൻ്റെതാണ്. അതുകൊണ്ട് തന്നെ എന്തെങ്കിലും ഭാവിയിലേക്ക് സേവിങ്സ് എന്തെങ്കിലും ഇപ്പോഴേ തുടങ്ങി വെക്കണമെന്ന് ആഗ്രഹിക്കുന്നെങ്കിൽ ഇപ്പോഴത് തുടങ്ങി വെച്ചോളൂ. അത് പൂർത്തീകരിക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്ന സമയത്തിലേക്കാണ്, വൃശ്ചിക മാസത്തിലേക്ക് നിങ്ങൾ അടുത്തിരിക്കുന്നത്. വിദ്യാഭ്യാസ കാര്യത്തിനൊക്കെ വളരെ നല്ല സമയമാണ്. അതുകൊണ്ട് എന്തെങ്കിലും കോഴ്സിനൊക്കെ അപ്ലൈ ചെയ്യാൻ, അല്ലെങ്കിൽ എന്തെങ്കിലും PSC പോലെയുള്ള കാര്യങ്ങളിലെ കോഴ്സുകൾ പഠിക്കാനൊക്കെ പോകാൻ വളരെ നല്ല സമയമാണ്. ഇപ്പോഴത് ചെയ്തു വെച്ചാൽ ഭാവിയിലേക്ക് നിങ്ങൾക്ക് നേട്ടവും മേന്മകളും ലഭിക്കുന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. അത്രത്തോളം ഭാഗ്യമാണ്. പ്രത്യേകിച്ച് സാക്ഷാൽ അയ്യപ്പസ്വാമിയുടെ അനുഗ്രഹം നിങ്ങൾക്ക് ആവോളം ലഭിക്കാൻ പോകുന്ന ഒരു മാസം കൂടിയാണ് വരാൻ പോകുന്ന വൃശ്ചിക മാസം. അടുത്ത നക്ഷത്രങ്ങൾ കന്നിക്കൂറിൽ വരുന്ന ഉത്രം അവസാന മുക്കാൽ ഭാഗം, അത്തം ചിത്തിരയുടെ ആദ്യ പകുതി വരുന്ന നക്ഷത്രക്കാർക്ക് 4 ശുക്രനാണ്. ഭാഗ്യസ്ഥാനത്ത് 9 വ്യാഴം വരുന്നുണ്ട്. ഇതൊക്കെയും അനുഗ്രഹഭാവത്തിലാണ്. കൂടാതെ സാക്ഷാൽ അയ്യപ്പസ്വാമിയുടെ അനുഗ്രഹമുണ്ട്. അതുകൊണ്ട് ആഡംബര ഭാഗ്യം നിങ്ങൾക്ക്. ആഡംബരം എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് പല രീതിയിൽ നമ്മളുടെ ഭാഗ്യം, അതായത് നമ്മൾ ആഡംബരം കാണിക്കുക എന്ന് പറയുന്നത് നമ്മുടെ കയ്യിൽ ധനമുള്ളപ്പോൾ അത് മറ്റുള്ളവരെ കൂടി കാണിക്കാൻ, അല്ലെങ്കിൽ നമ്മുടെ മനസ്സിലെ ആഗ്രഹങ്ങളൊക്കെ നടക്കാൻ വേണ്ടി നമ്മൾ വീട് വിപുലീകരിക്കാറുണ്ട്, അല്ലെങ്കിൽ പുതിയ വാഹനമൊക്കെ വാങ്ങിക്കാറുണ്ട്. അത് കേൾക്കുമ്പോൾ 10 പേര് അതിനെക്കുറിച്ച് പറയും. അതും മറ്റൊരാളാൽ നമ്മൾക്ക് പ്രശസ്തിയും അല്ലെങ്കിൽ നേട്ടങ്ങളും ഉണ്ടാകുകയാണ്. അതോടൊപ്പം തന്നെ നമ്മളുടെ മനസ്സിൻ്റെ ആഗ്രഹങ്ങൾ നമുക്ക് നിറവേറ്റിയെടുക്കാനും സാധിക്കും. നമ്മുടെ മനസ്സിൽ എല്ലാവരും 100,000 സ്വപ്നങ്ങളുമായിട്ട് നടക്കുന്നവരാണ്. പക്ഷേ 100-ൽ ഒരെണ്ണം പോലും സാധിച്ചവർ വിരളമായിരിക്കും. ചിലപ്പോൾ എല്ലാ സ്വപ്നങ്ങളും സാധിച്ചവരും ഉണ്ടാകും. പക്ഷേ കൂടുതൽ ഭൂരിഭാഗം ആളുകളും മനസ്സിലെ സ്വപ്നങ്ങൾ അവിടെ തന്നെ ഇങ്ങനെ ഇരിക്കുന്നവരായിരിക്കും. പക്ഷേ അതെന്തുകൊണ്ട് സാധിക്കുന്നില്ല എന്ന് ചോദിച്ചാൽ നമ്മൾ പ്രയത്നിക്കുന്നുണ്ട്, പക്ഷേ ഭാഗ്യം അനുകൂലത്തിൽ വരുന്നില്ല. അതിനൊക്കെയും ഒരു മറുകൃതി എന്നോണമാണ് ഈ വൃശ്ചിക മാസം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരാൻ പോകും. നിങ്ങളുടെ ആഗ്രഹങ്ങളൊക്കെയും 30 ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് പൂർത്തീകരിക്കാൻ കഴിയുന്ന എല്ലാ ആഗ്രഹങ്ങൾക്കും പൂർത്തീകരണം ഉണ്ടാകും. സാക്ഷാൽ അയ്യപ്പൻ്റെ അനുഗ്രഹം നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന ഒരു മാസമാണ് തുടങ്ങാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു സമയത്ത് സ്ത്രീകളുടെ കാര്യമല്ല, പുരുഷന്മാർ ശബരീശനെ ദർശിക്കാൻ, അയ്യപ്പസ്വാമി ദർശിക്കാൻ പോകുന്നതൊക്കെ വളരെ മേന്മയും നേട്ടവും ഉണ്ടാക്കിത്തരും. കാരണം തുടർന്നുള്ള ജീവിതത്തിൽ ഈ ഒരു മാസക്കാലം കഴിഞ്ഞ് മാത്രമല്ല, ഈ ഒരു വർഷക്കാലത്തെ കാര്യമാണ്. അടുത്ത മണ്ഡലകാലം വരെയുള്ള ഒരു സമയത്തിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടേതായ എല്ലാ കാര്യങ്ങളും നിവൃത്തിയാക്കാൻ സാധിക്കുമെന്നതാണ്. വളരെ ആഗ്രഹങ്ങളും നേട്ടങ്ങളും അവിടെ ക്ഷേത്ര ദർശനം നടത്തുമ്പോൾ അയ്യപ്പസ്വാമിയെ ദർശിക്കാൻ ചെല്ലുമ്പോൾ മനസ്സിലെ ആഗ്രഹങ്ങളൊക്കെയും ആ നടയിൽ മുട്ടിപ്പായി നിങ്ങൾ പ്രാർത്ഥിക്കുക. നിങ്ങളുടെ വേദനകളും ദുഃഖങ്ങളും എല്ലാം ആ നടയിൽ ഇറക്കി വെക്കുക. നമ്മൾ അത്രയും ദൂരം താണ്ടി അദ്ദേഹത്തെ കാണാൻ ചെല്ലുകയാണ്. വേദനയെല്ലാം ആ നടയിൽ ഇറക്കി വെച്ചിട്ട് പോസിറ്റീവായ ചൈതന്യത്തോടു കൂടി നിങ്ങൾ തിരിച്ചു വരിക. ഒരു വർഷക്കാലം മേന്മയും നേട്ടവും നിങ്ങളെ തേടിയെത്തുന്നതായിരിക്കും. പ്രത്യേകിച്ച് ഈ വൃശ്ചിക മാസത്തിൻ്റെ കാര്യമാണ് പറയുന്നത്. വളരെ നേട്ടവും മേന്മയുമുള്ള സമയമാണ്. അയ്യൻ കാണാനിരിക്കുകയാണ്, നിങ്ങളെ കാത്തിരിക്കുകയാണ്, പ്രതീക്ഷിച്ചിരിക്കുകയാണ് നിങ്ങളുടെ വേവലാതികളും സങ്കടങ്ങളും ഒക്കെ കേൾക്കാനായിട്ട്. അതുകൊണ്ട് തന്നെ വളരെ മേന്മയും നേട്ടവുമുള്ള ഒരു വൃശ്ചിക മാസമാണ് നിങ്ങളെ ഏവരെയും കാത്തിരിക്കുന്നത്. അയ്യപ്പനെ കാണാൻ പോകാൻ മനസ്സിൽ ഉദ്ദേശിച്ചവർ വ്രതശുദ്ധിയോടുകൂടി ക്ഷേത്ര ദർശനം നടത്തി ആ പുണ്യം നേടാനായി ശ്രമിക്കേണ്ടതാണ്. വളരെ ഭാഗ്യവും നേട്ടവുമാണ് ഈ വൃശ്ചിക മാസത്തിൽ നിങ്ങളെ ഓരോരുത്തരെയും കാത്തിരിക്കുന്നത്. കാരണം സാക്ഷാൽ അയ്യപ്പസ്വാമിയുടെ അനുഗ്രഹം ലഭിക്കുക എന്ന് പറയുന്നതിനപ്പുറം പുണ്യം ഒരു മനുഷ്യജന്മത്തിൽ എന്താണ് വേണ്ടുന്നത്? ആ പുണ്യമാണ് ഈ 9 നക്ഷത്രക്കാർക്ക് ഈ വൃശ്ചിക മാസത്തിൽ ലഭിക്കാൻ പോകുന്നത്. 9 പേർക്കല്ല, 27 നക്ഷത്രക്കാർക്കും ഓരോ ചരാചരങ്ങൾക്കും ഓരോ ജീവജാലങ്ങൾക്കും ലഭിക്കാൻ പോവുകയാണ്. എങ്കിലും പോലും ചില നക്ഷത്രക്കാർക്ക് ഗ്രഹങ്ങൾ അനുകൂല ഭാവത്തിൽ വരുന്നതിനാൽ തന്നെ ദൈവിക ചൈതന്യം നിങ്ങളുടെ ശരീരത്തിലേക്ക്, നിങ്ങളുടെ മനസ്സിലേക്ക് ആവാഹിക്കാൻ നിങ്ങൾക്ക് കഴിയുന്ന ഒരു സമയം കൂടിയാണ്. ആ ഒരു സമയത്തിലേക്കാണ് നിങ്ങളിനി ഏതാനും ദിവസം, ശനിയാഴ്ചയാണ്, ഏതാനും ദിവസങ്ങൾ കൂടി കഴിയുമ്പോൾ എത്തിപ്പെടാൻ പോകുന്നത്. വളരെ നേട്ടത്തിൻ്റെയും മേന്മയുടെയും സമയമാണ് വൃശ്ചിക മാസം ഈ 9 നക്ഷത്രക്കാർക്ക്.